3 ടൈപ്പ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ്. ആ ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻസ് എന്ന സംഗതി ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ആയുർവേദിക് ഫോർമുലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം റോങ് ക്ലെയിംസും അതുപോലെ ഈ പറഞ്ഞ തെറ്റായ വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ പറയണം. അതായത് സമയം കൂടുതൽ കിട്ടുന്നോ, ശക്തി കൂടുതൽ കിട്ടുന്നോ, അല്ലെങ്കിൽ സ്റ്റാമിന കൂടുതലുണ്ടോ, അങ്ങനെ ക്ലൈമാക്സ് റിലീസ് സ്പ്രേയോ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ 100% ഉടായ്പാണ്. അതായത് അതൊരിക്കലും ഒരാൾ മേടിക്കരുത്. ഈ പറഞ്ഞ സംഗതിയുടെ നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞു തരാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ തീരൂല, അത്രയും നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഏറ്റവും അറ്റൻഷൻ വേണ്ട കുറച്ച് കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഒരു സേഫ് സെക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കോണ്ടംസ്. ഈ കോണ്ടം യൂസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ലൂബ്രിക്കന്റിന് വേണ്ടി ഓയിൽ കോണ്ടത്തിന്റെ മുകളിൽ കയറി അപ്ലൈ ചെയ്യും. കോണ്ടത്തിന്റെ മുകളിൽ ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോണ്ടത്തിന്റെ സേഫ്റ്റി അതിൽ തീർന്നു. പിന്നെ STD കണ്ടാമിനേഷൻ വരാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി സംഭവിക്കാം. കോണ്ടത്തിന് സേഫ്റ്റി ഇല്ല. ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഒരു കാരണവശാലും ലാറ്റക്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ലാറ്റക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാറ്റക്സിന്റെ യൂസ് പിന്നെ മീനിങ്ലെസ് ആണ്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു പരിപാടി സേഫേ അല്ലാണ്ടായി കഴിഞ്ഞു. അടുത്ത ഇതിൻ്റെ മെയിനായിട്ടൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങളെല്ലാം നമ്മുടെ മേത്ത കയ്യിൽ എവിടെയെങ്കിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടണമെന്ന് ജസ്റ്റ് ആലോചിക്കാം. ഇപ്പം നോർമലി ഒരു വെളിച്ചെണ്ണ പോലത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്ന് തുടങ്ങി എത്ര പ്രാവശ്യം സോപ്പിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴുകിയാൽ പോവുക. നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെല്ലാം ഈ ഓയിൽ ബേസ്ഡ് സംഗതികൾ തേച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഇൻസൈഡും വജൈനയിലൊക്കെ നമുക്ക് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടെയൊക്കെ ആയി കഴിഞ്ഞൊരു സാധനം കഴുകി കളയാന്ന് പറഞ്ഞ സംഗതി ഒന്നും ഓയിൽ ബേസ്ഡ് സാധനങ്ങളുടെ രീതിയിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസിഡ്യൂസ് അവിടെ ഉണ്ടാവാം. അത് പിന്നെ ഇൻഫെക്ഷൻസോ ഫംഗൽ സംഗതികൾക്കൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ബേസ്ഡ് ആയുർവേദിക് ഫോർമുലേഷൻ ജസ്റ്റ് ആ ബോട്ടിലും തുറന്നാൽ മതി, ആ വീട് മൊത്തം ആയുർവേദ ഹോസ്പിറ്റലിലെ മണായി. ജസ്റ്റ് തുറന്നാൽ തന്നെ അതാണ് അവസ്ഥ. ഈ സംഗതി ഇപ്പോൾ ഒരു തുള്ളി അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റിലോ നമ്മുടെ ഡ്രസ്സിലോ ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെയിൻ ആയി. പിന്നെ ജീവിതകാലം മൊത്തം ഒരു തെളിവുള്ള സാധനത്തിലാണ് പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്നത്. ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു അറ്റത്തുനിന്ന് തൊടി കഴിഞ്ഞാൽ അവസാനമില്ല, അത്രയധികം പ്രശ്നങ്ങൾ അതിന്. മാത്രമല്ല നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു പ്രോപ്പർ ലൂബ്രിക്കേഷൻ തരണമെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻറ്റും ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആനയൊന്നും പോലത്തെ വ്യത്യാസമാണ്. പറയുമ്പോൾ 2 ലൂബ്രിക്കൻ്റാന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു രീതിയിലും കമ്പയറബിൾ അല്ല. വേണമെങ്കിൽ നമുക്കൊരു M80നെയും ഒരു സൂപ്പർ ബൈക്കായിട്ടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും ബൈക്കാണ്, അല്ലെങ്കിൽ രണ്ടും 2 ചക്രമുള്ള ഒരു 2 വീലറാണ്. പക്ഷേ രണ്ടും തമ്മിൽ ഒരു രീതിയിലും കമ്പാരിസൺ ഇല്ല. 2 ആനയൊന്നും പോലെ. പക്ഷേ ലോ പ്രൈസ് ഒത്തിരി റോങ് ക്ലെയിംസ് ഒക്കെ കണ്ട ആൾക്കാർ അതിലേക്ക് പോയി അട്രാക്ടറായി പലതും മേടിച്ച് പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ ഒത്തിരി ചീത്തപ്പേരുള്ള ഒരു സാധനമാക്കി മാറ്റണേ. ആൾക്കാർ പേഴ്സണൽ ലൂബ്രിക്കൻസ് കേൾക്കുമ്പോൾ വെടി സാധനമാണെന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഇത് ജെന്യുവൻ ആയിട്ടുള്ള ക്ലെയിംസ് ഉള്ള പ്രോപ്പർ ലൂബ്രിക്കൻസ് ശരിക്കും ആൾക്കാർ ഉപയോഗിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങളെ പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്.